നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവും ശക്തിയും ആത്മവിശ്വാസവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം നിലവിൽ എന്തുതന്നെയായാലും അവിടെ ഒരു ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവരുടെ പ്രേരണ മൂലവും നിങ്ങൾ സ്വയം പ്രവർത്തിച്ചതുമായ പല ബുദ്ധിമോശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇനി മുന്നോട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിലവിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ഇനി മുന്നോട്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തികം നിങ്ങൾക്ക് വന്ന് ചേരുന്നതിനുള്ള ചില സൂചനകൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒന്നിലധികം ആളുകളുമായിട്ട് ചേർന്ന് ചില സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പലരും നിങ്ങളെ സമീപിക്കുക. അതേപോലെ തന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാവുന്നതിനുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് വൈകാതെ തന്നെ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും സാമ്പത്തിക പുരോഗതി അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കൂടാതെ ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്ന് ചേരുന്നതാണ്. അതായത് പല കാര്യങ്ങളിലും വളരെയധികം കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് വിജയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അത്തരം വിജയങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമായിരിക്കും. നേരെ മറിച്ച് സത്യസന്ധമായിട്ട് ഏത് കാര്യത്തെ സമീപിച്ചാലും ആദ്യം ഒരുപക്ഷെ പരാജയം വന്ന് ചേർന്നാലും പിന്നീട് അവിടെ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ്. ആ വിജയത്തെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അനുഭവിക്കാനും സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഏത് കാര്യത്തെയും വളരെയധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സമീപിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നൽകുന്നുണ്ട്. നിങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഉണ്ടാവുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുടെ ഫലം അത് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടു നൽകുന്നതാണ്. ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഉറക്കം പോലും നഷ്ടമാവുന്ന വ്യക്തികളായിരുന്നു ഇതുവരെയും നിങ്ങളെങ്കിൽ ഇനി അതിൽ നിന്നും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളിലേക്ക് ധൈര്യം, ആത്മവിശ്വാസം ഇവയൊക്കെ കടന്നു വരുന്നതാണ്. ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ മൂലം ജീവിതം മൊത്തത്തിൽ ഇരുട്ടിൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും ഉള്ളതെന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ പോവുകയാണ്. അതിനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ
എപ്പോഴും കുറ്റപ്പെടുത്തുന്നൊക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളിലെ നന്മ തിരിച്ചറിയുന്ന, നിങ്ങളായിരുന്നു ശരിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നൽകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നതാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ മറന്ന്, അതല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായിരിക്കാം, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിലായിരിക്കാം നിങ്ങൾ ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുന്നതാണ്. കൂടാതെ ഇവിടെ ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് നല്ല ഒരു ഫലം തന്നെ വന്ന് ചേരുന്നുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. പലരും ഒരു യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.